ഹലോ മൈവേഴ്സ്, ഐ ആം യുവർ മാൻ ഉമർ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മാഡ് അപ്ഡേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ ഞങ്ങളുടെ സീരീസിന് പുതിയ പേരിട്ടിട്ടുണ്ടായി. ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞിരുന്നല്ലേ ഗൈസ്, നമ്മുടെ അപ്ഡേറ്റ്സ് സീരീസ് ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ നെയിം ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇപ്പോൾ നമ്മൾ മൂവീസിൻ്റെയും ആനിമേ ഡ്രാമാസിൻ്റെ അപ്ഡേറ്റ്സ് ആൾ ഇടണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ മാഡ് എന്ന് വന്ന്. അപ്പോൾ അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു തോന്നി. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതാണ് നെയിം ഇട്ടേക്കണം നമ്മുടെ സീരീസിന്, മാഡ് അപ്ഡേറ്റ്സ് എന്ന്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറ. അപ്പോൾ നമുക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് ഉറപ്പിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട് 3ൻ്റെയാണ് ഗൈസ്. അതായത് ഇപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇങ്ങനെ നടക്കണോണ്ട് റിലീസിൻ്റെ കാര്യത്തിൽ ചെറിയ സംശയം പോലും ഉണ്ടായില്ല ഗൈസ്. അതിപ്പോൾ ഒഫീഷ്യൽ കൺഫർമേഷൻ അവരുടെ നിന്ന് വന്നിട്ടുണ്ട്. ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ല. മാർച്ച് 19 തന്നെ റിലീസ് എന്തായാലും ഉണ്ടാവുമെന്ന്. പിന്നെ GCCയിൽ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ അപ്ഡേറ്റ് വന്നത് നമ്മുടെ മമ്മൂട്ടി നമ്മുടെ എക്സ്റ്റെൻഡഡ് ക്യാമറ റോൾ ചെയ്യണം. അതായത് മെയിൻ വേഷം തന്നെ, ക്യാമിയോ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ധനുഷ് 55-ൽ മമ്മൂട്ടി അഭിനയിക്കേണ്ടല്ല ഗൈസ്. അതിൻ്റെ ഇപ്പോൾ സെക്കൻഡ് ഷെഡ്യൂൾ ചെന്നൈയിൽ മമ്മൂട്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ് ഗൈസ്. അതായത് നമ്മുടെ സ്വന്തം വൺ പീസിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. അതായത് നമ്മളെല്ലാവരും ഒരുപാട് എന്താണ് എനിക്ക് ആ എപ്പിസോഡിനെ കുറിച്ച് അല്ലെങ്കിൽ പറയേണ്ട, അല്ലെങ്കിൽ ആ ചാപ്റ്ററിനെ കുറിച്ച് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. കാരണം നമ്മൾ എക്സൈറ്റഡ് ആയതാണ്, അല്ലെങ്കിൽ നമുക്ക് രോമാഞ്ചം വന്നതാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതായത് ജോയ് ബോയ് ഹാസ് റിട്ടേൺഡ്, നമ്മുടെ ഐക്കോണിക് ഡയലോഗ് ഗൈസ്. അതായത് ജോയ് ബോയ് ഹാസ് റിട്ടേൺഡ്. യെസ് ഗൈസ്, അതിപ്പോൾ ഇന്നേക്ക് 4 വർഷമായി നമ്മുടെ മാങ്ക പാനലിൽ ആ മൂമെൻറ്റ് വന്നിട്ട്. നമ്മൾ എത്ര ഇതായിരുന്നു. അതായത് ഞാൻ മാങ്ക സമയത്ത് വായിച്ചിട്ടില്ല, പക്ഷേ എപ്പിസോഡ് കണ്ടു വെച്ച് പറയാം, വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ഡയലോഗാണ് ഗൈസ്. അത് ഇന്നേക്ക് വന്നിട്ട് 4 വർഷമായി. മാർച്ച് 12 ഗൈസ് വന്നത്. ഞാൻ മിക്കവാറും ഈ വീഡിയോ അപ്പ് ചെയ്യുമ്പോൾ 13 ആവും. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ആഡ് ചെയ്താണ് ഗൈസ്. ഞാൻ അത് കണ്ടപ്പോൾ എനിക്കെന്തോ ആഡ് ചെയ്യണമെന്ന് തോന്നി. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റും വൺ പീസിൻ്റെ തന്നെയാണ്. നമ്മുടെ വൺ പീസിൻ്റെ സ്വന്തം ഓഡ, അതായത് നമ്മുടെ ഓദർ പുള്ളി ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിന്. അതായത് നമ്മുടെ വൺ പീസ് സീസൺ 2ൻ്റെ റിലേറ്റ് ചെയ്തിട്ട് നെറ്റ്ഫ്ലിക്സിൽ വന്നായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് മറ്റേ അതിൻ്റെ ആക്ടർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഹീറോ, നമ്മുടെ ലൂഫിയായിട്ട് വൺ പീസിൻ്റെ ചെയ്യണത്, നമ്മുടെ ലൂഫിയായിട്ട് അഭിനയിക്കുന്ന പുള്ളി ഉണ്ടല്ലോ ഇനാക്കി. അപ്പോൾ ആ പുള്ളിയായിട്ട് ഇൻ്റർവ്യൂ ഉണ്ട്. അതായത് 6 എപ്പിസോഡിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് വന്നത്. അതിൽ ഫസ്റ്റ് എപ്പിസോഡ് നാളെ റിലീസാകും. അതായത് ഈ വീഡിയോ ആണ് അന്ന് റിലീസാണ്. അപ്പോൾ അത് ഫസ്റ്റത്തെ എപ്പിസോഡ് നമ്മുടെ ഓടയും പുള്ളിയും കൂടി ഒരുമിച്ച് ചേർന്നിട്ടുള്ള കോൺവെർസേഷൻ ആയിരിക്കും വന്നത് ഗൈസ്. അടുത്തത് അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാസ്റ്റിംഗ് കോളിൻ്റെ ആണ് ഗൈസ്. അതായത് നമ്മുടെ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ ലാലേട്ടൻ തരുൺമൂർത്തി പടമൊക്കെ പടം പ്രൊഡ്യൂസ് ചെയ്യണം അവരുടെ. അപ്പോൾ അവരുടെ അടുത്ത പടത്തിലേക്ക് ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ടുണ്ട്. മമിത ബൈജുയുടെ മുഖസാദൃശ്യമുള്ള ആൾക്കാരെ തപ്പുണ്ട്. അതായത് ഗേൾസിനെ 8 വയസ്സ് തൊട്ട് 18 വയസ്സിൻ്റെ ഇടയിലുള്ള പെൺകുട്ടികളെയും പിന്നെ അമ്മമാരായിട്ട് മമിത ബൈജുയുടെ മുഖസാദൃശ്യമുള്ള അമ്മമാരെയും നോക്കുന്നുണ്ട് 32 തൊട്ട് 40 വയസ്സിൻ്റെ ഇടയിൽ. പിന്നെ മുത്തച്ഛനെയും നോക്കുന്നുണ്ട് 65 തൊട്ട് 70ൻ്റെയും ഇടയിൽ. ഞാൻ അടിയിൽ പോസ്റ്റർ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്ക് താല്പര്യമുള്ളവർ. ഗൈസ്, നമ്മുടെ അടുത്ത പടം നമ്മുടെ ലാലേട്ടൻ തരുൺമൂർത്തിയുടെയാണ്. ലൊക്കേഷൻ സ്റ്റില്ലാണ്. 2 ലൊക്കേഷൻ സ്റ്റില്ല് വന്നിട്ടുണ്ട്. ഒന്ന് ഒരു ആരുടെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അതിൽ കേക്ക് മുറിക്കുന്നതും. അടുത്തത് നമ്മുടെ തരുൺമൂർത്തിയുടെയും നമ്മുടെ ബിനു പപ്പുടെയും കൂടി ഒരു ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് അവർ, ഫോട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ കൊടുത്തേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു K-ഡ്രാമയുടെ അപ്ഡേറ്റ് ആണ് ഗൈസ്. അതായത് അതായത് മാർച്ച് 13 ഒരു പുതിയ K-ഡ്രാമ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, വിക്കിയിൽ അവൈലബിൾ ആണ്. ഫാൻഡം ലോയർ എന്നാണ് K-ഡ്രാമയുടെ പേര്. ജോണർ വന്നത് മിസ്റ്ററി, ലോ, ലൈഫ്, സൂപ്പർ നാച്ചുറൽ എന്നാണ് ജോണർ വന്നത്. പിന്നെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായത് ഗൈസ്, അതായത് നായകൻ എന്തോ വക്കീലാണ്. അപ്പോൾ പുള്ളിക്ക് നമ്മുടെ ഗോസ്റ്റിനെ കാണാൻ പറ്റും. അങ്ങനത്തെ എന്തോ റിലേറ്റ് ചെയ്ത് കണ്ടന്റാണ്. ഞാൻ ഡീറ്റെയിൽ നോക്കിയില്ല. ഞാൻ ട്രെയിലറും കാര്യങ്ങളും ഡീറ്റെയിൽസ് നോക്കിയിട്ടില്ല, പക്ഷേ അപ്ഡേറ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ആഡ് ചെയ്തതാണ്. നാളെ നെറ്റ്ഫ്ലിക്സിൽ വരും. അതായത് ഈ വീഡിയോ ഇറങ്ങണം അന്ന് തന്നെ, മാർച്ച് 13 ഗൈസ്. പിന്നെ അടുത്ത അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയുടെ ജനനായകൻ്റെയാണ് ഗൈസ്. അതായത് അതിൽ നമ്മുടെ ആമസോൺ പ്രൈമായിട്ട് ഓൾറെഡി OTT ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ റൂമർ വന്നിട്ടുണ്ട്. അതായത് 120 കോടിയുടെ ഡീലാണ് അവർ ആദ്യം ചെയ്തത്. അപ്പോൾ ഇപ്പോൾ പല കാരണങ്ങളും കൊണ്ടും ഡേറ്റ് മാറിപ്പോയതുകൊണ്ട് അവർ ആ 120 കോടിയിൽ നിന്ന് വിഡ്രോ ചെയ്യണമെന്ന് കേൾക്കുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്, റൂമേഴ്സ് കണ്ടതാണ്. നമ്മുടെ അടുത്ത അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരാജേട്ടൻ്റെയാണ് ഗൈസ്. അതായത് തമിഴിൽ ഇപ്പോൾ സുരാജേട്ടൻ ഭയങ്കര ആക്റ്റീവാണല്ലോ. അപ്പോൾ അതിൽ 3 പടം സുരാജേട്ടൻ നമ്മുടെ കണ്ണൻ രവി ഗ്രൂപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പടമാണ് ടെസ്ല, നമ്മുടെ ഐശ്വര്യ രജനീകാന്ത് ഡയറക്റ്റ് ചെയ്യണത്.
അതുകൂടാതെ 2 പടവും കൂടിയും അവിടെ സൈൻ ചെയ്തിട്ടുണ്ട്.